നേരത്തെ സ്വന്തം വീട്ടിലെ അടുക്കള തന്നെ ആയിരുന്നല്ലോ ഒതുങ്ങിക്കൂടിയിരുന്നത്. പിന്നെന്താ ഇപ്പൊ പുറത്തു ചുറ്റാനൊരു മോഹം? അന്നത്തെ അച്ഛനല്ല ഇപ്പോഴത്തെ അച്ഛൻ. ഇന്ന് ഞാൻ സ്വാതന്ത്ര്യവും സന്തോഷവും ഒരുപാടുള്ള അച്ഛനാ. അതെങ്ങനെ കൂടണ്ട കേട്ടോ. അയ്യോ ജേന, എന്തൊക്കെയോ പ്രശ്നം വീണ്ടും എന്റെ അമ്മ ഉണ്ടാക്കിയെന്നാ തോന്നുന്നു. ആ മോനെ, രാവിലെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴാ നീ വിളിച്ചത്. ഇവിടെ ഗുരുവായൂർ തന്നെ അല്ലേ? അതെ അതെ. ആ പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇന്ന് തന്നെ ഞാൻ അങ്ങോട്ട് പുറപ്പെടാൻ പോവാ. അയ്യോ, അതെന്തു പറ്റി? അല്ല, നിനക്കെന്തോ ഓവർ ടെൻഷനാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നീ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കത്തില്ലല്ലോ. എന്നാ പിന്നെ ഇനി നമുക്കെല്ലാം നേരിട്ട് സംസാരിക്കാം. എന്നെ കരുതി അച്ഛൻ അമ്പല ദർശനം മതിയാക്കി വരണ്ട. കുഴപ്പമില്ലടാ മോനെ, ഇന്ന് തന്നെ ഞാനങ്ങ് പുറപ്പെടുക. ശരി, എത്ര മണിക്ക് പുറപ്പെടും? ഉച്ചക്ക് ഇവിടുന്ന് ഒരു ട്രെയിൻ ഉണ്ട്, അതിനങ്ങ് പുറപ്പെടാം. അതാകുമ്പോ രാത്രിയോടെ അവിടെ എത്തും. അല്ല, ഇവിടെ വന്നിട്ട് എവിടെയാ താമസിക്കുന്നത്? രാത്രി വന്നു കഴിഞ്ഞേ അവിടെ എവിടെങ്കിലും ഒരു മുറി എടുക്കാം മോനെ. ഇവിടെ ഒരുപാട് വീടുകൾ കിടക്കുമ്പോ എന്തിനാ അച്ഛാ വെറുതെ മുറി എടുക്കുന്നത്? അല്ല, അവിടോട്ടൊക്കെ പെട്ടെന്ന് കേറി ചെല്ലാൻ പറ്റുമോ? എന്നാ പിന്നെ രാത്രി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അച്ഛനെ പിക്ക് ചെയ്യാം. അത് വേണ്ട, അത് വേണ്ട. നീയേ രാത്രിയിൽ ഇറങ്ങി വന്നാൽ രാഗിണിക്ക് സംശയം തോന്നും. ഇപ്പൊ എനിക്കാ സംശയം. ഹലോ ഹലോ മോനെ, ഹലോ. ആ അച്ഛാ, എന്തായാലും ഞാൻ യാത്ര മുടക്കുന്നില്ല. ഇന്ന് തന്നെ ഇവിടുന്ന് പുറപ്പെടുക. അപ്പൊ ശരി അച്ഛാ, നേരിട്ട് കാണാം. ശരി മോനെ. കള്ളം പറയാൻ വല്ലാത്തൊരു മിടുക്ക് തന്നെ. കള്ളം പറയാത്തൊരു നാവായിരുന്നു ഇതും. വഴി തെറ്റി ഒരുത്തി എന്റെ ജീവിതത്തിലോട്ട് കടന്നതിന് ശേഷമാ എനിക്കില്ലാത്ത ശീലമെല്ലാം ഉണ്ടായത്. അതിന്റെ പൂർണ്ണ ഉത്തരവാദി എന്റെ അമ്മ തന്നെ. ഇന്ന് രാത്രിയോടെ ഗുരുവായൂരിന്ന് ഇവിടെ എത്തുമല്ലേ? അത് മോളെ, എന്തായാലും ഞാൻ ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുക. ആ നിലയ്ക്ക് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാ പിന്നെ ഇവിടെ വെച്ച് ആരെങ്കിലും എന്നെ യാദൃച്ഛ്യമായി കണ്ടാ പോലും കുഴപ്പമൊന്നുമില്ല. എന്ന് മാത്രമല്ല, എനിക്ക് ഫ്രീ ആയിട്ട് എല്ലായിടത്തും ഇറങ്ങി നടക്കാൻ കഴിയുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ജയേട്ടൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് വരികയും ചെയ്തു. ഇനി ജയേട്ടന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഓ, അവന് സംശയമൊന്നുമില്ല. പിന്നെ ഇപ്പോഴ് ആകെ എന്ത് ചെയ്യണമെന്നൊരു സംശയം ഉള്ളത് കൊണ്ട് അവൻ എന്നെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ടാ ഇപ്പൊ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ഹരിത മോളെ പോലെയാണെന്ന് അച്ഛനും പറയാറുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് വീട്ടിൽ താമസിച്ചോട്ടേന്ന്. അത് ശരിയാവില്ല ഹരിത. ഇവിടെ വരുമ്പോ ദീപയ്ക്കൊപ്പം താമസിക്കാൻ പോലും അച്ഛൻ അത്ര താല്പര്യം കാണിച്ചിട്ടില്ല. പിന്നെ ഞാനും ദീപയാണ് അച്ഛനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ അവിടെയും താമസിക്കുന്നില്ലെങ്കിൽ അച്ഛൻ എവിടെയെങ്കിലും ഒരു വീടോ അല്ലെങ്കിൽ ഹോട്ടൽ മുറിയോ എടുത്തു കൊടുക്കാം. എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ ഇവിടെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ മറ്റൊരു ചിന്ത കൂടി എന്റെ മനസ്സിലുണ്ട്. അല്ല, ഇപ്പൊ ഈ അമ്മമാരും അച്ഛന്മാരും ഒറ്റപ്പെടുമ്പോഴേ മക്കള് തന്നെ അവർക്ക് പെണ്ണാലോചിക്കുന്നുണ്ട്. എന്ന് വെച്ചാ വാർദ്ധക്യത്തിൽ ഒരു കൈത്താങ്. അങ്ങനെ അച്ഛനെ കൊണ്ട് ഒന്നുകൂടെ കല്യാണം കഴിപ്പിച്ചാലോ എന്ന് ആലോചിക്കുവാൻ. അല്ല, വേറൊന്നും കൊണ്ടല്ല. എന്റെ അമ്മയെ വിവാഹം കഴിച്ചതിന് ശേഷം അച്ഛൻ വേദനിക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത്രയും കഷ്ടപ്പാടായിരുന്നല്ലോ. അതിന്ന് സത്യം പറഞ്ഞ ഇപ്പൊ അച്ഛൻ രക്ഷപ്പെട്ടിരിക്കുക. ഒരവശത വന്നാൽ കൂട്ടായിട്ട് ഒരാൾ അരികിലുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? എന്താ ഹരിതയുടെ അഭിപ്രായം? ഞാനെന്തു പറയാനാ സർ? അതൊക്കെ സാറും സാറിന്റെ ഏട്ടനും കൂടിയല്ലേ തീരുമാനിക്കേണ്ടത്. അമ്മ ഇപ്പൊ ഒറ്റയ്ക്കല്ലേ? അതെ. ഹരിതയുടെ അച്ഛനെ നഷ്ടപ്പെട്ടപ്പോ അമ്മയ്ക്ക് വേറെ വിവാഹമൊന്നും ബന്ധുക്കൾ ആലോചിച്ചില്ലേ? അമ്മാവന്മാരൊക്കെ ഒരുപാട് ആലോചിച്ചിരുന്നു. പക്ഷേ എന്നെ ഓർത്ത അമ്മ വേറെ കല്യാണം കഴിക്കാതിരുന്നത്.
സാറായിരുന്നോ? സാധനങ്ങളൊന്നും വാങ്ങിക്കൊണ്ട് വന്നതല്ല, ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കയറാന്ന് വെച്ചു. മോള് ഷോറൂമിൽ പോയല്ലോ. ആ, ഞാൻ കണ്ടിട്ടാ വരുന്നത്. പിന്നെ അമ്മ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ? ആ അതെ. സാറ് കയറി വരൂ. ഇവിടെ വേറെ ആരെങ്കിലും സഹായത്തിന് വരുന്നുണ്ടോ? അല്ല, അതായത് ഈ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി തരാനായിട്ട്. അങ്ങനെ ആരും ഇവിടെ വരാറില്ല സർ. ആരും വരാറില്ല? ഇല്ല. എന്താ സാറേ? ആ പിന്നെ ഇന്നലെ വഴി ചോദിച്ച ഒരാള് വന്നിരുന്നു. അത് വീട് തെറ്റി വന്നതാ. ആ, അത് ശരി. അതിന് ഞാനാരും കൊണ്ട് വരുന്ന കണ്ടില്ല, വെറുതെ ചോദിച്ചതാ. സാറേ ഇരിക്കേ. എനിക്ക് എല്ലായിടത്തും നോക്കിക്കാണുന്നുണ്ട്. എന്താ? എനിക്കേ ഈ വീടൊക്കെ ഒന്ന് നോക്കിയാ കൊള്ളാവുന്നുണ്ട്. അല്ല, ഞാനെടുത്തു കൊടുത്ത വീടല്ലേ, അമ്മയും മകളും മാത്രമാണല്ലോ താമസം. നിങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ കൊണ്ടുവന്ന് കയറി നോക്കണ്ടേ? ഇഷ്ടംപോലെ സൗകര്യമുണ്ട് സാറേ. അതെനിക്ക് നേരിട്ട് ബോധ്യപ്പെടണം. അതുകൊണ്ട് ഹരിതര അമ്മ ഇവിടെ നിൽക്കേ, ഞാനൊന്ന് കയറി നോക്കിയിട്ട് വരാം. അല്ല, അമ്മയ്ക്ക് എന്തെങ്കിലും ഭയമുണ്ടോ? ഇല്ല. പക്ഷെ അതുപോലെ എനിക്ക് തോന്നിയല്ലോ. അല്ല, ഇനി അമ്മ മാത്രമുള്ള വീട്ടിൽ ഞാൻ കയറിയതിന്റെ ഭയമാണോ? അങ്ങനെയൊന്നും ഇല്ല സാറേ. ആ, എന്നാ പിന്നെ അമ്മയുടെ അനുമതിയോടെ ഞാൻ ഈ വീടൊന്ന് സെർച്ച് ചെയ്യാൻ പോവാ. അച്ഛന്റെ മണമുള്ള മുറി തന്നെ. അല്ല, അച്ഛൻ എന്നെ വിളിക്കുമ്പോ ഗുരുവായൂരിന്ന് പുറപ്പെടുകയാണെന്നല്ലേ പറഞ്ഞേ? അപ്പൊ പുറപ്പെട്ട ഈ സമയം കൊണ്ട് ഇവിടെ എത്തുവോ? എടാ, ഞാനത് പകുതി എത്തിയപ്പോഴാ നിന്നെ വിളിച്ചു പറഞ്ഞത്. ഓ, അങ്ങനെയായിരുന്നോ? അത് മനസ്സിലായില്ല. വാ, നടക്കാം. എങ്ങോട്ട്? അകത്തൊരാളുണ്ടല്ലോ, ഹരിതയുടെ അമ്മ. അവരുടെ മുമ്പിൽ നമുക്ക് സംസാരിക്കാം. അയ്യേ, അവരുടെ മുമ്പിലൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത്? നടക്ക് പെട്ടോളക്കര അങ്ങോട്ട്. നിനക്കൊക്കെ ഇപ്പൊ എന്താ വേണ്ടേ? അത് കൊള്ളാം. ഞങ്ങൾക്കൊക്കെ എന്താ വേണ്ടെന്ന് ഈ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ഈ നിൽക്കുന്ന ആളും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന്. ഞാൻ ബന്ധങ്ങളൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ടാ യാത്ര ചെയ്തത്. അത് ശരി. പിന്നെ എന്തിനാ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വിളിച്ചു ചോദിക്കുന്നത്? അത് പിന്നെ മക്കളായി പോയില്ലേ? അത് എന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തോന്ന്? അച്ഛനായി പോയില്ലേ? അതുകൊണ്ട് അച്ഛന് സംശയാസ്പദമായ ഒരു സാഹചര്യത്തിൽ കാണുമ്പോൾ ഞങ്ങൾക്കും ചിലത് ചോദിക്കാൻ കാണില്ല. അങ്ങനെ ചോദിക്കാനുള്ളേ ഇവിടെ വെച്ച് ചോദിച്ചാ മതി. അതെ, അങ്ങനെ ചോദിക്കുന്നില്ല. അച്ഛൻ വന്നില്ലെങ്കിലേ അവരെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിറക്കോട്ട് വരും. ഞാൻ വരാം. എന്നാ പിന്നെ നടക്ക്. അവന്മാർക്ക് എന്നെ കാണണമെന്ന് ഇപ്പൊ തന്നെ. ഇനി എന്തിനാണാവോ അച്ഛനെ മക്കള് തല്ലൂ? തല്ലുന്നെങ്കിൽ തല്ലട്ടെ, എന്നാലും കുറ്റം ഞാൻ സമ്മതിക്കത്തില്ല. ഇനിയിപ്പോ ഒന്നും മൂടി വെക്കാൻ പറ്റില്ല ഗംഗേട്ട. പിന്നെ ഞാനെല്ലാം തുറന്നു പറയണോ? മോളെ ഇനി ജയൻ കണ്ടു കാണുവോ? അറിയില്ല. മോളെ ടെൻഷൻ ആക്കണ്ടെന്ന് കരുതിയാ ഞാൻ അങ്ങോട്ടൊന്നും വിളിച്ചു പറയാതിരുന്നത്. ഇനി മോള് വരുമ്പോ പറഞ്ഞാ മതി കാര്യങ്ങളെല്ലാം, കേട്ടോ? അതെ, വേഷം മാറാതെ പോവാണോ? വലിയൊരു വേഷം മാറിക്കഴിഞ്ഞു. ആ വേഷവാ നിന്റെ ഭർത്താവിന്റെ വേഷം. ഇനിയിപ്പൊ ഈ ഡ്രസ്സൊന്നും മാറിയെന്ന് കരുതി ആള് മാറാനൊന്നും പോകുന്നില്ല. ഇതൊക്കെ തന്നെ ധാരാളം മതി. അതെ, പോകുമ്പോ ഹെൽമെറ്റ് ഒക്കെ നന്നായി വെച്ചിട്ട് പോ. എന്തിനാടി ഇനി ഹെൽമെറ്റ് വെക്കുന്നത്? ജയനും ഹരിയെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. അവരുടെ അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല.
അവരറിയുന്നതിനേക്കാൾ വേറെ ഞാൻ ഭയക്കുന്നത് എന്റെ മക്കൾ അറിയുന്നതാണ്. അവന്മാർ ഒരിക്കലും കരുതി കാണില്ല എനിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്നുള്ള കാര്യം. അച്ഛൻ വഴിതെറ്റിയത് മക്കൾ അറിഞ്ഞില്ല അല്ലേ? ആ, അത് ശരി. എനിക്ക് വഴിതെറ്റിയെന്ന് നീ തന്നെ പറയണം. എടി, ഞാൻ നേരായ മാർഗത്തിലാ സഞ്ചരിച്ചത്. നിന്നെ മോളെ നേരാമണ്ണം നോക്കിയത്. സമയത്തിനും കാലത്തിനും ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും എന്റെ മക്കളെ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതലായ നമ്മുടെ മോളെ ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. ഇല്ലെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ വഴിതെറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞതോ? വഴിതെറ്റിയതല്ലടി സുകന്യെ, തെറ്റിച്ചതാ. ഒരുത്തി വെളിച്ചപ്പാടായിട്ട് മുന്നിൽ നിന്ന് ഉറഞ്ഞു തുള്ളുമായിരുന്നു. അത് കണ്ടും കേട്ടും മടുത്തപ്പോഴാ എനിക്ക് വഴി മാറി സഞ്ചരിക്കണമെന്ന് തോന്നിയത്. ഇനിയിപ്പോ ഹെൽമെറ്റിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ആളെ ഞങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. എടാ, ഹെൽമെറ്റ് വെച്ച് സ്കൂട്ടറിൽ യാത്ര ചെയ്യണമെന്നാ നിയമം. ഓ, നിയമം തെറ്റിക്കുന്നൊന്നും അപ്പൊ ഇഷ്ടമല്ല അല്ലേ? എടാ, ഞാൻ അങ്ങനെ നിയമം തെറ്റിച്ച് ജീവിച്ചിട്ടില്ല. ദേ, അത് മാത്രം ഇനി പറയരുത്. അതുപോലെ നേരത്തെ സംസാരിച്ചതുപോലെ സംസാരിക്കാനും ശ്രമിക്കരുത്. മര്യാദയ്ക്ക് അച്ഛൻ സത്യം പറഞ്ഞു. അതച്ഛന്റെ രണ്ടാം ഭാര്യ മകളുമല്ലേ? എടാ, അങ്ങനെ പറയുന്ന നിനക്കൊക്കെ ഇഷ്ടമെങ്കിലേ ഞാനതങ്ങ് സമ്മതിച്ചു തന്നേക്കാം. എടാ, അത് എന്റെ സുഹൃത്തിന്റെ ഭാര്യ മകളുവാ. എനിക്ക് പോകാൻ വേറെ ഇടമില്ലാത്തതുകൊണ്ട് ഞാൻ ഗുരുവായൂരിന്ന് വന്നപ്പം അവിടെ കയറി താമസിച്ചതാ. ഗുരുവായൂരിന്ന് ഇവിടെ വരാനേ എത്ര സമയം വേണമെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇനി അത്തരം കാര്യമൊന്നും പറയണ്ട. ആ സ്ത്രീയുടെ മുഖത്ത് നോക്കിയപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായല്ലോ അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. എന്നാ പോയേ നീ നിന്റെ അമ്മയോട് പറ, എനിക്ക് രണ്ടാം ഭാര്യയെ ഒരു മോളും ഉണ്ടെന്ന്. ആ, ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മയെ വിട്ട് അച്ചാച്ചന്റെ പാട്ട് പോയില്ലോ. അല്ല, ഗുരുവായൂരിന്ന് വരുമ്പോ കയറി കിടക്കാൻ ഇടമില്ലായിരുന്നെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരായിരുന്നല്ലോ. അല്ലെങ്കിൽ ഇവനോട് പറഞ്ഞെങ്കിൽ റൂം എടുത്ത് തരുമായിരുന്നല്ലോ. ആ, എന്തിനാ റൂം എടുക്കുന്നേ? ദീപയും രചനയും കൂടി താമസിക്കുമല്ലേ, അവിടെ പോയി താമസിച്ചിടായിരുന്നോ? ആ, അങ്ങനെ പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ ഞാൻ പോയി താമസിക്കത്തില്ല. എന്താ അപ്പൊ പിന്നെ ഹരിതയും അവളുടെ അമ്മയും പെണ്ണുങ്ങളൊന്നും അല്ലേ? അവരെനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഓ. ആ, ഇവിടെ മരുമകൾക്കൊപ്പം താമസിക്കുന്നതേ അന്യായ ഒരു പെൺകുട്ടിയാ. അവളാണ് ഒരു സമയത്ത് ദീപമോളെ കരയിപ്പിച്ചോളുവാ. ആ, അങ്ങനെയുള്ള അവളെ ദീപയ്ക്ക് ഇപ്പൊ ജീവനാ. പിന്നെ അച്ഛനെന്താ പ്രശ്നം? അല്ല, ഇതൊക്കെ ചോദിക്കാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഞങ്ങൾക്ക് കൂടുതലൊന്നും ചോദിക്കാനില്ല. എന്താ സംഭവിച്ചെന്ന് അച്ഛൻ പറയണം. എത്ര കാലേ ഈ ബന്ധം തുടങ്ങിയിട്ട്? ഏ? ആ, ഹരിതയ്ക്ക് ഒരു അച്ഛനുണ്ടെന്നറിയാം. അത് ഞങ്ങളുടെ അച്ഛനാണോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതോ ഹരിതയൊക്കെ ജനിച്ച ശേഷം ഇടയ്ക്കുണ്ടായ ബന്ധമാണ്? ചേട്ടാ, ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഇവിടെ തോറ്റിരിക്കുന്നതേ അച്ഛനല്ല, ഞങ്ങള് മക്കളാ. അതെ, അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ. ഞങ്ങൾ തെറ്റ് ചെയ്താലും അച്ഛൻ തെറ്റ് ചെയ്യില്ല എന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. ഹ്, ലോകത്ത് ആരും ചെയ്യാത്ത തെറ്റാ അച്ഛനിപ്പോ ചെയ്തിരിക്കുന്നത്. അമ്മയിട്ട് ശ്വാസം മുട്ടിച്ചപ്പോ അമ്മയോട് ചെയ്ത പ്രതികാരമായിരിക്കും അല്ലേ ഈ രണ്ടാം കല്യാണം, അല്ലേ? എടാ, നീയൊക്കെ നിന്റെ പാട് നോക്കി പോകാൻ നോക്ക്. രണ്ടാം കല്യാണം പോലും. എടാ, ഒരു കല്യാണം കഴിച്ചിട്ട് ജീവിക്കാൻ വയ്യാതെ നടക്കുമായിരുന്നു. അതിന്റെ കൂടെ വേറൊരുത്തെ കൂടെ കെട്ടുന്നത്. എടാ, അവർക്ക് ആശ്രയിക്കാൻ വേറെ ആരും ഇല്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ അവരോടൊപ്പം തങ്ങിയതാ. ഈ പറഞ്ഞതിൽ മാറ്റമില്ല. ആ, എവിടെ അമ്മയും മോളും? രണ്ടാം ഭാര്യയും മോള് എവിടെയെന്ന്? കുടുംബ സുഹൃത്താണ്, അവർക്ക് ആൺതുണയില്ലാത്തത് കൊണ്ട് വന്ന് നിന്നതാണ്. എന്തൊക്കെയാ പറഞ്ഞത്? സ്വന്തം മോള് തന്നെ സത്യം പറഞ്ഞു. അവളുടെ അച്ഛൻ ഞങ്ങളുടെ അച്ഛൻ തന്നെയാണെന്ന്. ഒരു തെറ്റ് പറ്റിപ്പോയി. ആ, വാ വാ വാ. മൂന്നാളെ ഒന്നിച്ച് വിസ്തരിക്കാനാ വന്നത്. അച്ഛൻ പറഞ്ഞത് പറ. എടാ, എന്നെ നമ്മുടെ വീട്ടിലിട്ട് ചവിട്ടി തൂത്തപ്പോ വളരെ യാദർച്ഛികമായിട്ടാ പനച്ചിക്കാട്ട് അമ്പലത്തിൽ വെച്ച് ഞാൻ സുകന്യെ കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ. ആരോരും ഇല്ലാത്തവളായിരുന്നു സുകന്യ. അങ്ങനെ പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല. പിന്നെ അവിടെ പോയപ്പോഴൊക്കെ
2-3 തവണ കണ്ടു. അങ്ങനെയാ ഒരു അടുപ്പമൊക്കെ തുടങ്ങിയത്. അത് പിന്നെ വിവാഹത്തിൽ കലാശിച്ചു അല്ലേ? അച്ഛനെ ഒന്നും പറയരുത്. നാളെ ഞങ്ങള് ഇവിടുന്ന് പോവാനിരിക്കുക. പിന്നെ ഒരു ശല്യത്തിനും വരില്ല. ഹ, അതെങ്ങനെ ശരിയാവും? അങ്ങനെ ബന്ധങ്ങൾ അറുത്തു മാറ്റിയിട്ട് നിങ്ങൾക്കങ്ങ് പോവാൻ പറ്റുമോ? അച്ഛനൊരു 2ാം ഭാര്യയും മകളും ഉണ്ടെങ്കിലേ അതിന് കാരണക്കാരി അമ്മ തന്നെയാ. അതീ നമ്മയ്ക്ക് ഒളിച്ചോടാൻ പറ്റില്ല. നിങ്ങളിപ്പോഴും അഭിനയിക്കുകയാണോ? ഞങ്ങളല്ല അഭിനയിച്ചത്. ഞങ്ങളുടെ അച്ഛനും അച്ഛന്റെ ഈ ഭാര്യയും മോളുവാ. മോളെ, അതെ, ഞങ്ങൾക്ക് 2 പെങ്ങന്മാരുണ്ട്. 2 പേരും ഞങ്ങളെ മനസ്സിലാക്കാതെ ഞങ്ങളെ വിഷമിപ്പിക്കുന്നവരാ. ഇപ്പൊ മോൾക്കൊപ്പം ജോലി ചെയ്യുന്ന ചാരു പോലും ഞങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണം കഴിക്കണമെന്നും പറഞ്ഞു. ആ സമയത്താണ് ഞങ്ങളെ അറിയുന്ന, ഞങ്ങളെ അച്ഛനെ സ്നേഹിക്കുന്ന ഒരു പെങ്ങളെ കിട്ടിയത്. മോളെ, അതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. അയ്യേ, എന്താ ഇത്? ഞങ്ങൾ അമ്മയോടാ നന്ദി പറയേണ്ടത്. ഞങ്ങളുടെ അച്ഛന് നല്ലൊരു ജീവിതം കൊടുത്തതിന്, മനസ്സമാധാനം കൊടുത്തതിന്. പറ്റിപ്പോടാ മക്കളെ. ജീവിതം അടുത്ത് എവിടെയെങ്കിലും നാട് വിട്ടു പോകാമെന്ന് കരുതിയപ്പോഴാ. താനാരാ ഈ കാർത്തി എന്ന് പറയുന്നവന്റെ? അച്ഛൻ തന്നെയാണോ? എടോ, സദാനന്ദന്റെ മകൻ കാർത്തി എന്നാണല്ലോ ഇപ്പോഴും അവൻ അറിയപ്പെടുന്നത്. നാട് ഉറപ്പിച്ച സദാനന്ദൻ മുതലാളിക്ക് പിന്നെ എന്താടോ മകനെ തിരുത്താൻ ഇത്ര പാട്? മക്കൾ അച്ഛന് മുകളിൽ വളർന്നു കഴിഞ്ഞാൽ അവരെ തിരുത്താൻ പാടാ ജഗ. അതുകൊണ്ട് ഇനി നാട്ടുകാർ അവന്റെ ദേഹത്ത് കൈവെക്കണമെന്നല്ലേ? ശത്രു പെട്ടെന്ന് ലോഹ്യം കാണിച്ചടുത്തുകൂടിയാ പിന്നിൽ ചതിയുണ്ടെന്ന് കരുതണം. പ്രത്യേകിച്ച് തന്നെ പോലെ ഒരാള്. ജഗനൊന്ന് ചിന്തിച്ചു നോക്ക്, ഈ നാട്ടിലുള്ള എന്റെ നിലയും വിലയും. അങ്ങനെയുള്ള എനിക്ക് ഒരു ജയിൽ പുള്ളിയുടെ മകളെ കൊണ്ട് എന്റെ മോനെ കല്യാണം കഴിപ്പിക്കേണ്ട കാര്യം എന്താ? തന്റെ മോനും താനും ഞാനും ഒക്കെ ജയിൽ പുള്ളികൾ തന്നെയാ. നമ്മളാരും പുണ്യാളന്മാരല്ല. ആയിക്കോട്ടെ, എങ്കിലും കോടികൾ സ്ത്രീധനം തന്ന് എന്റെ മോനെ കെട്ടാൻ ആളുണ്ട്. നല്ല നല്ല കുടുംബത്തിലെ പെൺകുട്ടികൾ. അങ്ങനെ ഉള്ളപ്പോ അഹങ്കാരിയായ അമ്മയുടെ തനി പകർപ്പായ മകളെ എന്നെപ്പോലൊരാള് മരുമകളാക്കാൻ ആഗ്രഹിക്കൂ. ആ കല്യാണത്തിനന്ന് 2 കെട്ട് നടക്കുമല്ലേ? അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല. അതെന്താ അറിയാത്തത്? ജയലാലിനെ കൊണ്ട് വേറൊരുത്തിയെ കെട്ടിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്റെ മോനല്ലേ? അതിനുവേണ്ടി അവൻ ഒരുപാട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടല്ലോ. അവൻ അവന്റെ നിലപാടിൽ ഉറച്ചു നിന്നതോടെ ഞാനും അവനും തമ്മിൽ ചേരുന്നില്ല. ഈ ബന്ധത്തോടെ എനിക്ക് ഒരു താല്പര്യമില്ല. അതുകൊണ്ടാ ഞാൻ ജഗന്റെ സഹായം അഭ്യർത്ഥിച്ചത്. എന്റെ ആവശ്യം നടത്തി തന്നാല് ജഗം പറയുന്നത് ഞാൻ തരും. എന്താ? ഓടോ, പോയി വണ്ടി കയറിട്ട് എങ്ങോട്ടെന്ന് വെച്ചാ വിട്ടു പൊയ്ക്കോ. ഞാൻ കളിതമാശ അല്ല പറഞ്ഞ ജഗ. 10ാമത്തേതിനാണ് കല്യാണം അല്ലേ? അതെ. ആ ദിവസം നല്ല ദിവസമാണെന്നാണ് പരക്കെ പറച്ചില്. പക്ഷെ അതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. പിന്നെ അത് നല്ല ദിവസമാണെങ്കിൽ ആ ദിവസം മോശമാക്കരുത് എന്നൊരു അഭിപ്രായമുണ്ട് എനിക്ക്. എന്ന് വെച്ചാൽ നാടകം കളിക്കുന്നത് ആരായാലും പേ പിടിച്ച നായ്ക്കളെ പോലെ തെരുവി കിടക്കരുത്, തല്ലുകൊണ്ട് ചതഞ്ഞ്. ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറഞ്ഞാലും ജഗനത് വിശ്വാസമാകുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ശരി ശരി, വയ്ക്കോ. അച്ഛന്റെയും മോന്റെയും പിന്നാലെ എന്റെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് അഭിനയം ആത്മാർത്ഥമായിട്ടാണെങ്കിലും അല്ലെങ്കിലും. കൊറേ നാളായിട്ട് ഈ നിൽക്കുന്ന ആൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കണമെന്ന് പറയുമല്ലേ? ഇന്നാ കടം വീട്ടിക്കോ. അയ്യോ, ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ടൊന്നും വന്നതല്ല. മോനിരിക്കേ. അമ്മ, എടോ, എന്താ ഇത്? ഇരിക്കേ. ഇന്ന് ജഗൻ വരുന്നുണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് പറയണ്ടേ മോളെ? എന്ന് വെച്ച് വിഷമിക്കണ്ടോ മോനെ. അത്യാവശ്യം മീൻ വറുത്തതും മീൻകറിയും ഒക്കെ ഉണ്ട്. മുട്ട ഉണ്ടെങ്കിൽ അതുകൂടി എടുത്തോ അമ്മ. നാടൻ മുട്ടയുടെ ആളാ.
അത് തനിക്കെങ്ങനെ അറിയാം? അത് ഈ ശരീരം കണ്ട ആർക്കായാലും മനസ്സിലാവില്ലേ? അവനവിടെ ഭക്ഷണം എല്ലാം ഉണ്ടാക്കിയിട്ട് കാത്തിരിക്കുവേ ആ സുനില്. എല്ലാ ദിവസവും അയാളല്ലേ കാത്തിരിക്കുന്നെ? ഞങ്ങള് പക്ഷെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി അല്ലേ അമ്മ? അത് ശരിയാ. ഇനിയിപ്പോ രണ്ടാൾക്കും വേണമെങ്കിലും ഇവിടെ വന്ന് ആഹാരം കഴിക്കാം. അയ്യോ, അതൊന്നും ശരിയാവില്ല. അമ്മ അമ്മയുടെ സ്നേഹം കൊണ്ട് അങ്ങനെ പറഞ്ഞെങ്കിലും ഞങ്ങളത് മുതലെടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല ജഗ. ഇവിടെ ഇപ്പോ എന്റെ 2 മക്കളും ഇല്ല, ഇവള് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ രണ്ടാളും വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പ്രയാസം? ശരിയാ, ഒരു ദിവസം സുനിലിനെ വിളിച്ചോണ്ട് പോരെ. അവനിവിടെ വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അവന്റെ നാവിന്ന് നല്ലതൊന്നും വരില്ല. പറയേണ്ട കാര്യങ്ങള് സുനില് വെട്ടി തുറന്നു പറയും. അത് അന്നത്തെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ മോളുടെ LLB ഉടനെ കഴിയും. ജഗന് എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്ക, പിന്നെ തടസ്സമൊന്നുമില്ല. എങ്ങനെ? അല്ല, തടസ്സമൊന്നുമില്ല ഞാൻ പറയായിരുന്നു. തടസ്സം ഉണ്ടാവാൻ ഇവിടെ ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞ എന്താണെന്ന് രണ്ടാൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇനി അതെന്നെ കൊണ്ട് പറയിക്കണ്ട. നടന്നതൊക്കെ പറയണം. ഇവന് പറയാൻ ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ എനിക്ക് അങ്ങനൊന്നുമില്ല. അതുകൊണ്ട് അച്ഛൻ അനുകൂലമായിട്ട് ഞാൻ എന്ത് വേണേലും പറഞ്ഞോളാം. പക്ഷേ അച്ഛൻ്റെ 2 പെൺമക്കളുണ്ടല്ലോ, അവരൊരിക്കലും അച്ഛൻ അനുകൂലിക്കില്ല. ചില സാഹചര്യങ്ങളിൽ പെൺകുട്ടികളുടെ വാക്കിനാ മുൻതൂക്കം. എടാ, ഞാനും സുകന്യയും തമ്മിലുള്ള കല്യാണം ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പിന്നെ എവിടുന്നാടാ ഞങ്ങള് കല്യാണം കഴിച്ചെന്ന് ഇവള് തെളിവുണ്ടാക്കുന്നത്? അതിനുള്ള തെളിവാണല്ലോ ഹരിത എന്ന മോള്. അതിനപ്പുറം ഇനി എന്ത് തെളിവാ വേണ്ടത്? ദേ, എനിക്കിനി ജയിലിൽ കിടക്കാനേ പേടിയൊന്നുമില്ല. നിങ്ങൾ സത്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് ഹരിതയ്ക്കും അവരുടെ അമ്മയ്ക്കും ഒരു കുഴപ്പവും വരുത്തില്ലെന്ന് എനിക്കറിയാം. ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾ അവരെ സഹായിക്കും, അതെനിക്ക് ഉറപ്പാ. പിന്നെ രാഗിണിക്കൊപ്പമുള്ള ജീവിതത്തെക്കാൾ നല്ലതല്ലേ ജയിൽവാസം? അതുകൊണ്ട് ഞാൻ അവിടെ പോയി കിടന്നോളാം. എന്നാലും അച്ഛന് ജയിലിൽ വന്ന് കാണാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എടാ, അങ്ങനെ ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ ഞാനൊരു സൽക്കർമ്മം ചെയ്തിട്ടേ പോകത്തുള്ളൂ. പക്ഷേ അതിനുശേഷം നിങ്ങൾ എന്നെ തള്ളിപ്പറയരുത്. എടാ, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെങ്കിൽ നിങ്ങളുടെ അമ്മ മരിക്കണമെന്ന്. അത് മിക്കവാറും സംഭവിക്കും. ഞാൻ അവളെ അങ്ങ് കൊല്ലുമെന്ന്. എടാ, പറയുന്നത് വെറുതെ അല്ല, പൊറുതി മുട്ടിയ ഞാനത് ചെയ്തിരിക്കും. അച്ഛനത് പറഞ്ഞപ്പോ തന്നെ മൊബൈൽ അടിച്ചല്ലോ. ഇനി പറഞ്ഞത് നടക്കുവോ? നടക്കും. അല്ലാതെ ഇവനും ദീപമോക്കും ഒന്നും ജീവിക്കാൻ പറ്റത്തില്ലടാ ഹരി. ദീപയുടെ അമ്മയാ. ആ അമ്മേ. ജയലാൽ എവിടെയാ? ഞാൻ പുറത്താണ് അമ്മേ. തിരക്കിലാണോ? എന്തുപറ്റി? വലിയ തിരക്കൊന്നുമില്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരുമോ? അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ശരി മോനെ. അങ്ങോട്ടെല്ലാം പറയുവാ, എന്തോ കുഴപ്പമുണ്ട്. ആ രാഗിണി നീയും ദീപയും ബന്ധം വേർപിരിയാത്തതിന്റെ പേരിൽ അവിടെ പോയി വഴക്കുണ്ടാക്കിയോന്നറിയത്തില്ല. ഏതായാലും ഞാനത് പോയിട്ട് വരാം. മോളെ, നമുക്കൊരു ചായ കുടിച്ചാലോ? ചായ ഒന്നും കുടിക്കണ്ട. മാർക്കറ്റിൽ പോലും എനിക്കൊപ്പം വരണ്ടെന്ന് പറഞ്ഞിട്ട് ഈ നാടകം പൊളിയെന്ന് കരുതിയിട്ടാ. എടി മോളെ, പൊളിയുന്നെങ്കിൽ പൊളിയട്ടെ. എനിക്ക് രാഗിണി എന്ന് പറയുന്ന രാക്ഷസിയെ പേടിയൊന്നുമില്ല. അച്ഛൻ അവരെ പേടിക്കണ്ട. പക്ഷെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ദീപേച്ചിക്ക് ലാലേട്ടനെ ഒഴിയേണ്ടി വരുമെന്ന് മാത്രമല്ല, ഏട്ടന് വേറെ കല്യാണം കഴിക്കേണ്ടിയും വരും. അറിയാം. അങ്ങനെ ഒരു അവസ്ഥ വന്നാല് എന്ത് ചെയ്യുമെന്ന് ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ കൂടുതൽ ആലോചിച്ച് സമയം കളയാനൊന്നുമില്ല. ചെയ്യേണ്ടത് അങ്ങ് ചെയ്യും. അങ്ങനെ ചെയ്ത ആർക്കാ അച്ഛൻ നഷ്ടം? അച്ഛനെ സ്നേഹിക്കുന്നവർക്ക് തന്നെയല്ലേ. അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കാതിരിക്കുന്നതാ നല്ലത്. ദീപമോള് മോളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചായിരുന്നു. നാണക്കേട് കൊണ്ടാ ഞാൻ അങ്ങോട്ട് പോകാതിരുന്നത്. എന്ത് നാണക്കേടാണെന്ന് പറഞ്ഞാലും ദീപേച്ചി അമ്മയാൻ പോകുന്നു. അതുകൊണ്ട് ചേച്ചിയെ വീട്ടിലേക്ക് വിളിച്ചേ പറ്റൂ. എന്നിട്ട് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ഞാൻ മാറി നിന്നോളാം. അതെങ്ങനെ ശരിയാവും? അച്ഛനെ പോലെ നന്നായിട്ട് പാചകം ചെയ്യാൻ ഞങ്ങൾക്കാർക്കും പറ്റില്ലല്ലോ.
നിന്റെ അമ്മയും നന്നായിട്ട് പാചകം ചെയ്യും. ഇനി അങ്ങോട്ട് പറ്റുന്നില്ലെങ്കിലേ ഞാനെല്ലാം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് പൊയ്ക്കോളാം. ഇത് എത്ര നാളിങ്ങനെ ഒളിച്ചും പാത്തും നടക്കും? മക്കളെല്ലാം അറിഞ്ഞല്ലോ, പിന്നെ മരുമോൾ അറിയുന്നതാണോ നാണക്കേട്? മരുമോളും മരുമോളുടെ വീട്ടുകാരും ഒക്കെ അറിയുന്നത് നാണക്കേട് തന്നെ. ദീപയും ദീപയുടെ അമ്മയൊക്കെ എന്നെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ചെറിയ നീരസമൊക്കെ കാണും. അറിയാവല്ലോ, സത്യസന്ധയായ ഒരു വില്ലേജ് ഓഫീസർ ആയിരുന്നു അവർ. അവരുടെ ഭർത്താവ് അവരോട് ചെയ്ത വഞ്ചനയൊക്കെ ഓർത്താല് അവര് വേറെ കെട്ടേണ്ടതാ. എന്നിട്ട് കെട്ടിയോ? ഈ സംഭവം അറിഞ്ഞതിന് ശേഷം അവരങ്ങനൊക്കെ സംസാരിച്ചെന്നാ ജയൻ എന്നോട് പറഞ്ഞത്. എന്നാലും അച്ഛനോട് വെറുപ്പൊന്നും ആ അമ്മയ്ക്ക് കാണില്ല. ഞാൻ ഇതുവരെ ദീപേച്ചിയുടെ വീട്ടിൽ പോയിട്ടില്ല. എന്താടാ? അറിഞ്ഞു അമ്മാവ, അമ്മാവന്റെ പുതിയ സെറ്റപ്പ് ഒക്കെ അറിഞ്ഞു. ഞാൻ മാത്രമല്ല, അമ്മായി ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. അത് പിന്നെ അറിയുമല്ലോ. എന്നാ പിന്നെ രണ്ടാം ഭാര്യയും മോളെയും വിളിച്ചോണ്ട് എത്രയും പെട്ടെന്ന് മുങ്ങിക്കോ. എങ്ങോട്ടാന്ന് വെച്ചാ ഓടി ഒളിച്ചോ. അമ്മായി ഉടനെ അവിടെ എത്തും, രണ്ടാം ഭാര്യയും മോളെയും കൊല്ലാൻ. അതുമാത്രമല്ല, അളിയനും ദീപയും നാടകം കളിക്കുകയാണെന്ന് അമ്മായിക്കും ചാരുവിനൊക്കെ മനസ്സിലായിട്ടുണ്ട്. ആങ്ങളെയും പെങ്ങളും കൂടെ അവരെ പറ്റിക്കുമായിരുന്നെന്ന്. അതുകൊണ്ട് ഇനി അളിയനും ഓണവാ. ചുരുക്കി പറഞ്ഞ തൃശൂർ പൂരത്തെക്കാട്ടി വലിയ പൂരമാ ഇനി അവിടെ നടക്കാൻ പോകുന്നത്. അമ്മാവൻ എന്തോ ചിന്തിക്കുന്നു? അവളങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടോ? പുറപ്പെടാനുള്ള തയ്യാറെടുപ്പില്ല. ചാരു വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അവളുമായിട്ടായിരിക്കും അങ്ങോട്ട് വരുന്നത്. എന്തായാലും അമ്മായി അവിടെ വരുമ്പോ മാരകായുധങ്ങൾ കയ്യിൽ കാണും. അതിപ്പോ എടുത്ത് വയറ്റത്താണോ നെഞ്ചത്താണോ കുത്തുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. അവൾ എന്നെ ഇട്ട് കീറി മുറിച്ചപ്പോ, ചവിട്ടി കൂട്ടിയപ്പോ എനിക്ക് മനസമാധാനം തന്ന കുടുംബമാടാ അത്. എന്റെ പെമ്മക്കൾ എന്നെ തള്ളി പറഞ്ഞപ്പോ എന്നെ സ്നേഹിച്ച മകളാടാ എന്റെ കൂടെ ഇപ്പോ ഉള്ളത്. ഇതൊക്കെ അമ്മായിയോട് പറയാൻ പറ്റൂ? പറഞ്ഞ അവരുടെ തലയെ കേറൂ. അവരുടെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് നുള്ളിയിടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവരെ അവിടെ ഒന്നും ചെയ്യാനും പോകുന്നില്ല. അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മാവ. ചാരു ഈ വിവരം വിളിച്ചു പറഞ്ഞപ്പോ തന്നെ അവിടെ എത്ര ഗ്ലാസ്സാ പൊട്ടിയെന്ന കാര്യം അമ്മാവൻ അറിയാവോ? എല്ലാം എറിഞ്ഞു പൊട്ടിക്കുമായിരുന്നു. എന്നിട്ടും ദേഷ്യം തീരാതെ തല ഭിത്തി കൊണ്ട് ചിടിക്കുമായിരുന്നു. ഞാനതിന് സാക്ഷിയാ. അമ്മാവനോട് ദേഷ്യം എന്നോട് തീർക്കു വന്നപ്പോഴേ ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു വരുമായിരുന്നു. അങ്ങനെയുള്ള അമ്മായി അമ്മാവനെ കണ്ടായി എന്താ സംഭവിക്കാന്നുള്ള കാര്യം എന്നേക്കാൾ നന്നായിട്ട് അമ്മാവൻ അറിയാലോ. അതെ, എങ്ങോട്ട് പോവാ? ഓടാ അവിടുന്ന്. തൃപ്തിയായല്ലോ? അച്ഛനെ കൊണ്ട് ചെയ്യിക്കേണ്ടതൊക്കെ ചെയ്യിച്ചല്ലേ? എല്ലാരും കൂടി ചെയ്യിച്ചതാ, നിങ്ങൾക്കൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടി. എന്തിനിവിടെ നിൽക്കുന്നത്? പോയി കാണ്, അവിടെ ചോരയിൽ മുങ്ങി കിടക്കുന്നുണ്ട്. അളിയന്റെ അച്ഛനെന്താ ഇവിടെ? ഞാനും ഒരാളെ കൊന്നു. വേറെ ആരെയുമല്ല, എന്റെ ഭാര്യയെ തന്നെ. അപ്പൊ ദിലീപ് ഇതൊന്നും അറിഞ്ഞില്ലല്ലേ? അവളൊരു കൊലയാളിയുടെ മനസ്സുമായി നടക്കുകയായിരുന്നു, എല്ലാവരെയും നശിപ്പിക്കുമെന്നും പറഞ്ഞ്. എന്നാ പിന്നെ ബാക്കിയുള്ളൊരു മനസമാധാനത്തോടെ ജീവിക്കട്ടെന്ന് ഞാനും അങ്ങ് കരുതി. അതുകൊണ്ട് അവളെ ഞാനങ്ങ് തീർത്തു കളഞ്ഞു. എന്നാ പിന്നെ ഇനി നമുക്ക് രണ്ടാൾക്കും ഒന്നിച്ചിവിടെ കഴിയാം. എനിക്കൊരു കൂട്ടുമാവുമല്ലോ.
അച്ഛൻ വന്ന് എന്നെ ജാമ്യത്തിൽ ഇറക്കുമായിരിക്കും. പക്ഷെ അച്ഛനെ കോണ്ടാക്ട് ചെയ്തുവരെ കഴിഞ്ഞില്ല. ആ അച്ഛനാണ് മോന്റെ എല്ലാ നാശത്തിനും കാരണം. അത് ഇതുവരെയായിട്ട് മോൻ തിരിച്ചറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും അത് അറിയാത്ത രൂപത്തിൽ ജീവിക്കുന്നു. പിന്നെ ഒരുത്തിയെ കെട്ടിക്കൊണ്ടുവന്നു. എന്റെ പെമ്മക്കളെ പോലെ സ്വഭാവ ദൂഷ്യമുള്ള ഒരുത്തിയെ. അല്ല, അവരിപ്പോ എവിടെ പോയി? ഞങ്ങൾ ഒരുമിച്ച് വരുന്ന സമയത്താ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത്. അപ്പൊ പിന്നെ കോടീശ്വരനായ അമ്മായിയപ്പം വരുമായിരിക്കുമല്ലോ രക്ഷപ്പെടുത്താൻ. ആ, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഞാൻ രാവിലെ അമ്മാവനെ കണ്ടപ്പോ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടോളാൻ പറഞ്ഞതാ. എന്ന് വെച്ചാ അതുപോലായിരുന്നു അമ്മായി എന്നോട് ഓരോ സംസാരിച്ചത്. നീ എന്തിനാ അതൊക്കെ പോയി അച്ഛനോട് പറഞ്ഞത്? അച്ഛനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാൻ തന്നെ. സത്യമായിട്ട് ഞാനൊന്നും വിചാരിച്ച് പറഞ്ഞല്ല അളിയാ. ഇനി അമ്മായി പോയിട്ട് അവരെയൊക്കെ കൊല്ലൂന്നായിരുന്നു എന്റെ പേടി. പ്രത്യേകിച്ച് രണ്ടാം ഭാര്യയും മോളെ. എന്ന് വെച്ചാ അളിയന് വേണ്ടി രണ്ടാം ഭാര്യയുടെ മോളെ ഒന്ന് ആലോചിച്ചതാണല്ലോ. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അമ്മായി എന്തെങ്കിലും ചെയ്യുമെന്നായിരുന്നു എന്റെ പേടി. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജയ. അമ്മ ഇവിടുന്ന് പോയിരുന്നെങ്കിലും ഇതൊക്കെ തന്നെ സംഭവിക്കായിരുന്നുള്ളൂ. അവിടെ ചെന്ന് ഹരിത അമ്മയും കൊല്ലാൻ ശ്രമിക്കും. ആ സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ എന്തെങ്കിലും അമ്മയും ചെയ്യും. എന്ന് വെച്ചാ അവിടെ നടക്കേണ്ടതായിരുന്നു ഇവിടെ നടന്നത്. നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഏട്ടത്തിലമ്മ എപ്പോഴും പറയത്തില്ലായിരുന്നോ അമ്മയൊരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണമെന്ന്? ബോധം കെടുത്തിട്ടാണെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതായിരുന്നു. ജയ, അതൊന്നും പ്രാക്ടിക്കൽ അല്ല. ബോധം വരുമ്പോ ചിലപ്പോ ചികിത്സിക്കുന്ന ഡോക്ടറെ കൊല്ലും അമ്മ. അവിടെ കൊണ്ടുപോയ നമ്മളെയും. ജഗനൊന്നും അറിഞ്ഞില്ല സുല്ലേ? അറിഞ്ഞു. പിന്നെ അണ്ണ ഇതൊന്നും കാണാൻ വയ്യാത്തോണ്ടാ ഇങ്ങോട്ട് വരായിരുന്നു. അതുപോലെ അണ്ണന് നല്ല സുഖമില്ല, നല്ല പനിയുണ്ടായിരുന്നു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിരിക്കോ? എന്നാലും അണ്ണന്റെ അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് ആരും കരുതിയില്ല. സത്യം പറഞ്ഞാൽ ഈ വാർത്ത അറിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ജഗണ്ണനാണ്. പക്ഷേ ഞങ്ങൾക്കൊക്കെ അറിയാലോ ഇത് സംഭവിക്കുന്നു. അച്ഛൻ കുറെ നാളായിട്ട് പറയുന്നുണ്ട് മക്കളും മരുമക്കളൊക്കെ സമാധാനമായിട്ട് ജീവിക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ. സുനില് പറഞ്ഞതുപോലെ അപ്പോ ഞങ്ങളത് അത്ര വലിയ കാര്യമാക്കിയില്ല. അവസാനം എല്ലാ അർത്ഥത്തിലും അച്ഛന്റെ ക്ഷമ നശിച്ചപ്പോഴാണ് ഇത് ചെയ്തത്. മരിച്ചത് അമ്മയാ. അതുകൊണ്ട് അച്ഛനെ ന്യായീകരിക്കാനും പറ്റുന്നില്ല. ഞങ്ങൾക്കിപ്പോ അച്ഛനും അമ്മയും ഇല്ലാതായി. ഇനിയിപ്പോ എന്തായാലും അച്ഛനെ രക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇവിടെ ഒരുത്തിയാണെങ്കിൽ അഡ്വക്കേറ്റ് വിജയകുമാറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ദീപേച്ചി വന്നില്ല അണ്ണാ? വന്നില്ല. ഇനിയിപ്പോ ഇങ്ങോട്ട് വന്ന ചാരുകളെ കടിച്ചു കയറിയെന്ന് വരും. പിന്നെ വന്നാലും അമ്മയെ കാണാൻ പറ്റില്ലല്ലോ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി കൊണ്ടുവരട്ടെ. ഹേമ ഹോസ്പിറ്റലിൽ നിൽക്കാം, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അണ്ണന്റെ അച്ഛനെ പോലീസുകാർ കൊണ്ടുപോയോ? കൊണ്ടുപോയി. ഞങ്ങൾ ആരെങ്കിലും ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആ കുറ്റം ഏറ്റെടുത്തേ. അതൊക്കെ അവിടെ നിക്കട്ടടി കൊച്ചേ. അവന്റെ കാര്യമൊക്കെ അവൻ നോക്കിക്കോളും. പിന്നെ അവന്റെ ഭാര്യയും അമ്മായച്ചനും നോക്കിക്കോളും. എന്താ, അവരൊക്കെ അവനെ അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇവിടെ പക്ഷെ പ്രശ്നം അതല്ല. സ്വന്തം ഭാര്യ അറിയാതെ രണ്ടാമത് കെട്ടിട്ട് ആദ്യ ഭാര്യയെ കൊല്ലുകയായിരുന്നു. ഞാനവിടെ ചെന്നപ്പോ ചാരു പറഞ്ഞു ഇതൊരു കൊലപാതകമാണെന്ന്. അവള് കോടതിയിൽ വന്ന് സാക്ഷിയും പറയും. പക്ഷേ ആ അമ്മയുടെ രണ്ടാൺമക്കളും അച്ഛൻ അനുകൂലമായിട്ട് സാക്ഷി പറയൂ. അവന്മാരുടെയൊക്കെ മൊഴി ആർക്ക് കേൾക്കണോടി? ഒന്നാമത് കൊന്നിരിക്കുന്ന ഒരു സ്ത്രീയെയാണ്. അതെങ്ങനെ കോടതി നിസ്സാരമായിട്ടൊന്നും കാണില്ല. ഈ ഗംഗാധരനെ കുറെ നാളായിട്ട് വലിച്ചു കീറണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ കണ്ടപ്പോഴൊക്കെ അയാൾ അതുപോലെയാ എന്നോട് സംസാരിച്ചത്. അതിനുള്ള മറുപടി എനിക്ക് കൊടുക്കണം. ഇതൊക്കെ പറയാൻ നിങ്ങൾ എന്തിന് ഇങ്ങോട്ട് വന്നത്? നിങ്ങളെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? അല്ല, നല്ല നല്ല ഓരോ കാര്യങ്ങൾ നടക്കുമ്പോ നിങ്ങളെയൊക്കെ വന്നൊന്ന് കാണണമല്ലോ. നിങ്ങൾ പറഞ്ഞ പോലെ എന്റെ മക്കളിൽ ഒരാള് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കുഞ്ഞായിട്ട്.
അതുകൊണ്ട് തന്നെ അവന്റെ സ്വഭാവവും നിങ്ങളുടേത് തന്നെയാ. അപ്പോ മോനെയും മരുമോളെയും ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ടാ മതി, ഇങ്ങോട്ട് വരണോന്നില്ല. എന്നാ പിന്നെ നാളെ കോടതിയിലേക്ക് പോരെ. ഇവളുടെ ഭർത്താവിന്റെ അച്ഛൻ ജയിലിലേക്ക് പോകുന്നതേ ലൈവായിട്ട് കാണാം. അല്ല, ഇളയ സന്തതി എവിടെ? അവളുടെ കാര്യം അറിഞ്ഞില്ലേ? ഇനി ചിലപ്പോ കോടതിയിൽ നിങ്ങൾക്കെതിരെ നിൽക്കാൻ പോകുന്നത് എന്റെ മോളായിരിക്കും, അഡ്വക്കേറ്റ് ദിയ. അഡ്വക്കേറ്റ് ദിയ വിജയകുമാർ അല്ല, അഡ്വക്കേറ്റ് ദിയ ഭാഗ്യലക്ഷ്മി. അപ്പോ വക്കീൽ പട്ടമൊക്കെ അവൾക്ക് കിട്ടിയല്ലേ? കിട്ടി. ആൾക്കാരെ കോടതിയിൽ കൊല്ലുന്ന വക്കീൽ പട്ടമല്ല, നല്ലവർക്കൊപ്പം നിൽക്കുന്ന, നന്മയെ സ്നേഹിക്കുന്ന വക്കീലിന്റെ കുപ്പായ അവളിടാൻ പോകുന്നത്. അച്ഛനുണ്ടാക്കിയ പേരുദോഷം കളയാനായിരിക്കും മകളുടെ ശ്രമം. ഓ, അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ അവള് കോടതിയിൽ അങ്ങ് ജയിച്ച് കേറിക്കോളും അല്ലേ? വക്കീലല്ലാത്ത അമ്മ എന്നെ തോൽപ്പിച്ചു, പിന്നെയാണോ വക്കീലായ മോൾക്ക് തോൽപ്പിക്കാൻ പാട്? ശരി, പാക്കല. നീയൊക്കെ ഈ ഗൂഢാലോചനയിൽ പങ്കാളിയ. നിന്റെ മോൾക്ക് ഭർത്താവിന്റെ ഒപ്പം സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നീയും ഇവളും ഇവളുടെ അനീത്തിയും ജയലാൽ ഉൾപ്പെടെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഗംഗാരനെ കൊണ്ട് ആ കൃത്യം ചെയ്യിച്ചത്. ഇറങ്ങി പോടോ. ഞാൻ പോവാടി. പക്ഷേ പറഞ്ഞത് സത്യോ? നാളത്തെ കോടതി കഴിഞ്ഞ ഇനി വിശദമായ വാദത്തിന് വേണ്ടി കോടതി വിളിക്കുമ്പോ നിന്നെയൊക്കെ ഞാനങ്ങ് വിസ്തരിക്കും. അവിടെ കയറ്റി നിർത്തി തൊലിയുരിക്കും ഞാൻ. കാത്തിരുന്നോ നീ? കേട്ടേ? ചാരുവിനെ ഹരിയേട്ടനും ലാലേട്ടനും കൂടി ഉപദേശിച്ച് നേരെയാക്കുവാണെങ്കിൽ ഇനി ചിലപ്പോ ചാരു സാക്ഷി പറയാൻ വരത്തില്ല. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ശിക്ഷിക്കപ്പെടില്ല. അതെങ്ങനെയാ മോള്? എന്തായാലും തലക്കടിക്കാതെ ജയന്റെ അമ്മ മരിക്കില്ലല്ലോ. അതിന് സാക്ഷികളില്ലെങ്കിൽ രക്ഷപ്പെടാന്നാ ദിയ പറയുന്നത്. എന്തായാലും കേസ് നടത്താൻ 5 പൈസ ചെലവാക്കേണ്ട കാര്യമില്ല ലാലേട്ടന് പോലും. എല്ലാം ദിയയും ദിയയുടെ സീനിയർ വക്കീലും കൂടി നോക്കിക്കൊള്ളാന്നാ പറയുന്നത്. എന്തായി ലാലേട്ടാ? ഇതുവരെ ബോഡി കൊണ്ടുവന്നിട്ടില്ല. അവിടെ ഇരുന്നപ്പോ എനിക്ക് നിങ്ങൾക്കൊന്ന് കാണണമെന്ന് തോന്നി. രണ്ടാളും വിഷമിക്കണ്ട. അച്ഛന്റെ പ്രവൃത്തി ന്യായീകരിക്കാനൊന്നും പറ്റില്ല. പക്ഷേ എന്റെ അച്ഛനെ കൊണ്ട് അമ്മ ചെയ്യിപ്പിച്ചതാ. ഇത്രത്തോളം ഒരച്ഛനും അമ്മമാരോട് ക്ഷമിച്ചു കാണില്ല. അവസാനം നമ്മൾക്ക് നന്നായിട്ട് ജീവിക്കട്ടെന്ന് കരുതിയ അച്ഛൻ ഇങ്ങനെ ചെയ്ത്. അതുകൊണ്ട് അച്ഛനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ ലേട്ടാ. ഈ ലോകത്ത് ഞങ്ങളുടെ മക്കളെ പോലെ ഗതികെട്ട മക്കള് ഒരമ്മയ്ക്കും ജനിക്കരുതെന്നാ എന്റെ ആഗ്രഹം. അമ്മയുടെ ഭാഗത്താണ് തെറ്റെങ്കിലും അമ്മയെ പോയതുകൊണ്ട് മരിച്ചത് നന്നായെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ നഷ്ടമല്ലെന്ന് പറയാനും പറ്റില്ല. ഞാൻ അങ്ങോട്ട് വരട്ടല്ല ലേട്ടാ. വേണ്ട. അവിടെ ഒരുത്തി ഭ്രാന്തിയെ പോലെ ഇരിക്കുക ചാരു. ഹേമ ഹോസ്പിറ്റലിലാ. ദിയ വന്നപ്പോഴും ചാരു അവളെ ആട്ടി ഓടിക്കുമായിരുന്നു. തന്നെ കണ്ടു കഴിഞ്ഞാ അതിന്റെ ഇരട്ടി ദേഷ്യായിരിക്കും അവൾക്ക്. ഹരിതയും അമ്മയും കോട്ടയത്തേക്ക് പോവാനിരിക്കുക രാവിലെ തന്നെ. ഒരു കാര്യം ചെയ്, താനിവരെ രണ്ടാളെയും തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോ. കുറച്ച് കഴിയുമ്പോ രജനിയും വരുമല്ലോ. പിന്നെ 2-3 ദിവസം അവിടെ നിൽക്കട്ടെ. അമ്മയുടെ അടക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് ഞാൻ തന്നെ രണ്ടാളെയും കോട്ടയത്ത് ഉണ്ടാക്കാം. വേണ്ട മോനെ, ഞങ്ങള് പൊയ്ക്കോളാം. അച്ഛന് ഒരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ എന്ത് സംഭവിച്ചാലും ഹരിത അമ്മയെ നന്നായി നോക്കണമെന്ന്. അച്ഛൻ ചെയ്ത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെങ്കിലും അതിലേക്ക് അച്ഛനെ നയിച്ച കാരണങ്ങൾ അറിയാവുന്നതുകൊണ്ട് അച്ഛന്റെ ആഗ്രഹം നടന്നേ പറ്റൂ. അതുകൂടെ പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. പോകുമ്പോ ദീപ രണ്ടാളെയും കൂടെ കൂട്ടണം. ശരി ലാലേട്ടാ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. മോനെ, ഞങ്ങളോട് ദേഷ്യമുണ്ടോ? ഏയ്, ഒരിക്കലും ഇല്ല. എന്റെ അമ്മ തന്നെയാണ് ഞങ്ങൾക്കൊരു രണ്ടാനമ്മ ഉണ്ടാവാൻ കാരണം.
അതുപോലെ തന്നെ ഒരു അനീതി. ഞാൻ പഴിക്കാനൊന്നുമില്ല. ഇത് നമ്മുടെ അവസാന മീറ്റിംഗാ. ഇനി നമ്മൾ കാണില്ല. പിന്നെ ഒരു ദിവസം നമ്മൾ കാണും കേട്ടോ, ഡിവോഴ്സിന്റെ അന്ന്. എനിക്ക് നിങ്ങളെ വേണ്ട. അതുകൊണ്ട് ഈ ബന്ധം നമുക്കങ്ങ് പിരിയാം. ഇപ്പൊ എന്തായി? അവള് നിന്നെ സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും അതിനുശേഷം പണം മുടക്കിയതുമൊക്കെ അവളുടെ നേട്ടത്തിനു വേണ്ടിയാ. എന്നാല് നിന്റെ അമ്മ ഇത്രയും നാള് നിന്നെ വളർത്തിയതും പഠിപ്പിച്ചതുമൊക്കെ അവർക്ക് വേണ്ടിയല്ലടാ. നീ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാ. എന്നിട്ടിപ്പോ അതുമില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ആൾക്കാരെയൊക്കെ തിരിച്ചറിയാൻ ദൈവം ഒരു അവസരം ഒരുക്കിയ സ്ഥിതിക്ക് ആ പാവം അമ്മയുടെ ശാപം പിടിച്ചുപറ്റാതെ അവരെ സ്നേഹിച്ച് ജീവിക്കുക. മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരുടെ കണ്ണീര് വീഴിച്ചിട്ട് ആരും ഒന്നും നേടാൻ പോകുന്നില്ല. ഒരു ദൈവവും അങ്ങനെയുള്ളവരോട് കനിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. അമ്മ വളർത്തിയെന്നേ ഉള്ളൂ. ഒരു പ്രായം കഴിഞ്ഞപ്പോ അച്ഛന്റെ ഉപദേശങ്ങളാ അവൻ കൂടുതലും കേട്ടത്. അത് ഞാൻ മനസ്സിലാക്കിയില്ലെന്ന് മാത്രം. അവന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷയാ ഇനി കിട്ടാൻ പോകുന്നത്. ഇതിനപ്പുറം ഇനിയൊന്നും വരാനില്ല. ഇതിലൂടെ അവൻ പഠിക്കുമെങ്കിൽ പഠിക്കട്ടെ. അവന്റെ സ്വഭാവത്തിന് മാറ്റം വരണം. എന്തായാലും അമ്മയ്ക്കിനി ഉറക്കം വരില്ല. എന്റെ മോന്റെ കാര്യം ഓർത്തിട്ടല്ല ഞാനിപ്പോ സങ്കടപ്പെടുന്നത്. ജയലാലിന്റെ അച്ഛന്റെ കാര്യം ഓർത്തിട്ടാ. ആ നല്ല മനുഷ്യൻ ഒരിക്കലും ജയിലിൽ കിടക്കാൻ പാടില്ലായിരുന്നു. ലാലേട്ടന്റെ അച്ഛന്റെ ശിക്ഷ കുറയ്ക്കാൻ വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും അമ്മ. എന്റെ സീനിയേഴ്സിന്റെ സഹായം ഞാൻ അതിനുവേണ്ടി തേടും. എങ്ങനെയും ആ അച്ഛൻ പുറത്തു വരണം. അത് മാത്രമല്ല, അവിടെ ഞാൻ ഏറ്റുമുട്ടാൻ പോകുന്നത് എന്റെ അച്ഛനുമായിട്ടാ. അമ്മ അന്ന് കോടതിയിൽ മുട്ടുകുത്തിച്ച പോലെ എനിക്കും അഡ്വക്കേറ്റ് വിജയകുമാറിനെ ജയിക്കണം. അങ്ങനെ ഒരു അച്ഛനെ ഇനി എന്റെ മക്കൾക്ക് വേണ്ട. പെൺമക്കൾക്ക് മാത്രമല്ല, എന്റെ മോനും. അങ്ങനെ ഒരു അച്ഛനെ ഇനി എന്റെ മക്കൾക്ക് വേണ്ട. പെൺമക്കൾക്ക് മാത്രമല്ല, എന്റെ മോനും. സത്യത്തിൽ ജയലാലിന്റെ അച്ഛനെ എന്തിനാ താൻ ജയിലിലേക്ക് പറഞ്ഞു വിട്ടത്? അദ്ദേഹം ചെയ്ത തെറ്റെന്താ? മക്കളെയും മരുമക്കളെയും ജീവിക്കാൻ സമ്മതിക്കാത്ത അമ്മമാർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല. അത് മനസ്സിലാക്കിയിട്ടാ എല്ലാ ശ്വാസമുട്ടലിനൊടുവിൽ ജയലാലിന്റെ അച്ഛന് ഭാര്യയെ കൊല്ലേണ്ടി വന്നത്. എന്നാൽ അതിനേക്കാളും മരണം അർഹിക്കുന്നുണ്ട് നിങ്ങൾ. മരണമല്ലെന്ന് ജയിലിൽ കിടക്കണം ഇതുപോലുള്ള അച്ഛന്മാര്. അത് തന്നെ ഇനി സംഭവിക്കാൻ പോകുന്നത്. രചന കേസ് കൊടുത്തു കഴിഞ്ഞാ അത് കോടതിയിൽ പരിഗണിക്കുമ്പോ തനിക്കെതിരെ വരാൻ പോകുന്നത് എന്റെ മോള് തന്നെയായിരിക്കും. ഏട്ടൻ ഡോക്ടറായ രോഗികൾക്ക് ആശ്വാസം കൊടുക്കുമെന്ന് പറഞ്ഞ പോലെ ഞാൻ വക്കീലിന്റെ കുപ്പായം അണിഞ്ഞു കഴിഞ്ഞ് നീതി ദേവതയ്ക്ക് മുന്നിൽ വന്നു നിന്ന് നീതികേട് കാണിക്കരുതെന്ന് എന്റെ അമ്മ എപ്പോഴും എന്നോട് പറയുമായിരുന്നു. അതുകൊണ്ട് നന്ദി ഒട്ടും ഇല്ലാതിരുന്ന എന്റെ അച്ഛനെതിരെ ഞാൻ ഉണ്ടാവും കോടതിയില്. രചനയുടെ അമ്മയുടെ അച്ഛന്റെ ആത്മാക്കളുണ്ടല്ലോ തനിക്ക് പിന്നാലെ തന്നെയുണ്ട്. അതുകൊണ്ടാ വേണ്ടാന്ന് വെച്ച കേസ് വീണ്ടും കുത്തിപ്പൊക്കാൻ ഞങ്ങൾക്ക് തോന്നിയത്, രചനയ്ക്ക് തോന്നിയത്. ഇനി സിമ്പതിയില്ല. ജയലാലിന്റെ അച്ഛൻ ജയിലിൽ കിടക്കുമ്പോ കൂടെ താനും വേണം. കോടതിയിൽ കേസെടുക്കുമ്പോ രചന മാത്രമല്ല,
ഞാനും എന്റെ മക്കളും ഉണ്ടാവും തനിക്കെതിരെ സാക്ഷി പറയാൻ. പൊയ്ക്കോ പൊയ്ക്കോ ഇവിടുന്ന്. അച്ഛൻ ജയിലിലാകുന്നതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഒരു എതിർപ്പുമില്ല അമ്മേ. എന്റെ കരുത്ത് എന്റെ മക്കളാ.